ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഇന്ന് ഡേ 11 ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഓയിൽ തേച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈനെസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നാച്ചുറൽ കണ്ടീഷണർ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഒട്ടും തന്നെ ഡ്രൈനെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് ആദ്യം തന്നെ മുടിയിൽ തേച്ച് കൊടുക്കാം. ഒരുപാട് ഓയിലല്ല, കുറഞ്ഞ അളവിൽ ഓയിൽ എടുക്കുക. എന്നിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ നമ്മുടെ ആ മുടിയുടെ ഒരു ഡ്രൈനെസ് പോകാൻ വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഏത് ഹെയർ പാക്ക് ആയാലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്നും കൂടി ഡ്രൈ ആവും. ഇത് കണ്ടിപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ ഓയിൽ തേക്കാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. കാരണം ആ ഒരു കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് നാച്ചുറൽ കണ്ടീഷണർ പറ്റുന്നവർ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ കണ്ടീഷണർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ ആഴ്ചയിൽ ഒരു തവണ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണോ, നമുക്ക് താളി എന്തെങ്കിലും ഉപയോഗിച്ചാൽ പോരേ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു ചലഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ അന്നത്തെ ദിവസം അത്രമാത്രം ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ട് താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകിയാൽ മതി കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ചിട്ട് എൻ്റെ മുടിയുടെ ആ ഒരു ഡ്രൈനെസ് പോകാൻ വേണ്ടി ഒരുപാട് ഡീപ്പായിട്ട് അങ്ങനെ ഓയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ ആ ഒരു ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടുള്ള അളവിൽ എടുത്തിട്ട് ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നൊരു കഞ്ഞിവെള്ളം ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കഞ്ഞിവെള്ളം ഹെയർ പാക്ക് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഹെയർ പാക്ക് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം എല്ലാവർക്കും അറിയാലോ. കരിഞ്ജീരകം നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കരിഞ്ജീരകം ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ അളവിൽ കരിഞ്ജീരകം എടുത്തിട്ട് ഞാനിത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച കരിഞ്ജീരകം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുക. നന്നായിട്ട് പൊടിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ കരിഞ്ജീരകം എടുത്താൽ മതി. ഒരു വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ പേര് നമ്മുടെ ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതലായിട്ട് കരിഞ്ജീരകം എടുത്താൽ മതി. ഇനി ഈ കരിഞ്ജീരകത്തിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് പാക്ക് തയ്യാറാക്കുന്നതിൻ്റെ തലേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കുക. പിന്നെ ഏത് അരിയുടെ കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം പാക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്താൽ മതി. അപ്പോൾ കഞ്ഞിവെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു നൈറ്റ് ഇതുപോലെ തന്നെ വെക്കാം. നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ കഞ്ഞിവെള്ളത്തിലിട്ട കരിഞ്ജീരകമൊക്കെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ പാക്ക് സിമ്പിളാണ്, അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആ കരിഞ്ജീരകവും കഞ്ഞിവെള്ളം ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ജീരകം തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം നമുക്ക് വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. തലേ ദിവസം ഒന്ന് പൊടിച്ച് വെക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും കേട്ടോ. ആ കരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരിക്കലും ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ മുടിയിലേക്ക് പാക്ക് ഉപയോഗിക്കരുത്. അരിച്ചിട്ട് മാത്രമേ നമ്മുടെ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ പാക്ക് അരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലല്ല കേട്ടോ നമുക്ക് ഇതിനകത്ത് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ആ കരിഞ്ജീരകത്തിൻ്റെ ഒരു സ്മെല്ലില്ലേ, അത് നന്നായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കഞ്ഞിവെള്ളം ഹെയർ പാക്ക് ആണ് ഇത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഇത് തേച്ച് കൊടുക്കാം.
അപ്പൊ നമുക്ക് പാക്ക് ഇങ്ങനെ ഇരുന്ന് തേച്ചാൽ ശരിയാവില്ല കേട്ടോ. നമുക്ക് മുടി മുന്നോട്ടേക്ക് ഇട്ടിട്ട് തേക്കാം, അല്ലെങ്കിൽ മേത്ത് മൊത്തമായിട്ട് ആവും. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകം ഇല്ല, നിങ്ങൾക്ക് കരിഞ്ജീരകം ഉപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇന്നത്തെ ദിവസം കഞ്ഞിവെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കാം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് നമ്മൾ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് ഓയിൽ തേച്ചിട്ട് മാത്രമേ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചതാണ്, മുടിക്ക് എന്തായാലും ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ അളവിൽ, ഒരുപാട് അളവിൽ തേക്കരുത്. കാരണം കരിഞ്ജീരകം നമ്മൾ പൊടിച്ചൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു ഓയിലി ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് അളവിൽ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുപാട് ഓയിലി ആയിട്ട് ഒട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവരുത്, കുറഞ്ഞ അളവിൽ മാത്രമേ ഓയിൽ തേക്കാൻ പാടുള്ളൂ. പിന്നെ പാക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടിയിലേക്ക് തേച്ചാൽ മതി. മുടിയിൽ അങ്ങനെ തേക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്തായാലും ഇങ്ങനെ എന്താ പറയുക, ലിക്വിഡ് ഫോമിലുള്ള പാക്കൊക്കെ ആകുമ്പോൾ നമ്മൾ സ്കാൽപ്പിൽ തേച്ച് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ മുടിയിലേക്ക് വരും. അങ്ങനെ തേച്ചാൽ മതി. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടി ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ തന്നെ താഴത്തേക്ക് വന്നോളും. പിന്നെ എനിക്കറിയാം എല്ലാവർക്കും കഞ്ഞിവെള്ളം ഫേവറേറ്റ് ആണ്. കഞ്ഞിവെള്ളം എല്ലാവർക്കും അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എന്തെങ്കിലും മുടിക്ക് സ്യൂട്ട് ആവാത്തവരുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കരിഞ്ജീരകം പൊടിച്ചിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കരിഞ്ജീരകം പറ്റാത്തവർ വെറുതെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ചലഞ്ച് ചെയ്യുമ്പോൾ പാക്ക് മിസ്സായി പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ഓപ്ഷനൊക്കെ തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. കരിഞ്ജീരകവും കഞ്ഞിവെള്ളവും കൂടി ചേരുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഹെയറിന് റീഗ്രോത്ത് തരാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. മുടി കൊഴിച്ചാൽ താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും മുടിയും സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാനിത് പാക്ക് നന്നായിട്ട് തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിച്ചു മുറുക്കി കെട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുടി കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ പാക്ക് തേച്ച് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹെയർ സെറം കുറച്ചെടുത്ത് തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ കെട്ടി വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ 11ാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം 12ാമത്തെ ദിവസം നിങ്ങളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. വെറുതെ വെള്ളത്തിലൊന്നും മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.